ഹായ് ഫ്രണ്ട്സ്, തരമൽ വ്ളോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മീൻ വാങ്ങിച്ചേട്ടാ. ചെമ്മീനും അയലയാണ്. അപ്പോൾ നമുക്കിവിടെ സന്ധ്യ ആവും കേട്ടോ മീൻകാരനെല്ലാം വരാൻ വേണ്ടിയിട്ട്. വൈകിട്ടത്തെ മീൻ സന്ധ്യ ഒരു 7 മണിയെല്ലാം ആകും. അപ്പോൾ നമ്മൾ മീൻ വാങ്ങി അത് വൃത്തിയാക്കലാണ്. അപ്പോൾ അയില പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചെമ്മീൻ നല്ലൊരു സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, സൂപ്പറായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചേ വാങ്ങിക്കൂല്ലോ കേട്ടോ, നല്ല പൈസയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വാങ്ങിയിട്ട് 110 രൂപയായിന് കേട്ടോ. 60 റുപ്യ ചെമ്മീനും 50 റുപ്യ അയില. അപ്പോൾ പിന്നെ അയില പൊരിക്കുക, ചെമ്മീൻ നമുക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നല്ല മഴയാണ് ഇടിയെല്ലാം. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് തന്നെയാണ് മീനെല്ലാം ഇങ്ങനെ ഇരുന്നിട്ട് ഇതാവുകയെന്ന് പിന്നെ മുറിക്കുകയെന്ന്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ മുറിച്ച് ഇടുകയെന്ന്. അപ്പോൾ അതിൻ്റെ ചെകിളി ഇങ്ങനെ കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മേടിയില്ലേ, തലേൻ്റെ മേടി അടക്കെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പൊരിക്കാനെല്ലാം എടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എടുക്കുക. അപ്പോൾ അയില മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെമ്മീൻ മുറിക്കുകയെന്ന്. അപ്പോൾ ചെമ്മീൻ കുറച്ച് വലിയ ചെമ്മീനാണ്, വെള്ള ചെമ്മീനാണ്. അപ്പോൾ കുറച്ച് വേഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ചേ ഉള്ളൂ, 60 റുപ്യക്ക് എത്രയാണ് 200 ഗ്രാമാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അത്രയേ വേണ്ടൂ. പിന്നെ നമ്മളിവിടെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, 4 ആളേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓരോ സ്പൂണ്. പാട് പൈസയൊന്നും കൊടുത്തിട്ട് മീൻ വാങ്ങാനൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിലാകൂല. കാരണം മനോഹരന് പണിയെല്ലാം കുറവാണ്. അപ്പോൾ നമുക്കങ്ങനെ നമ്മളെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഒരുപാട് പൈസക്ക് മീൻ വാങ്ങി അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതന്നെ നമ്മൾ അങ്ങനെ ദിവസമൊന്നും മീനൊന്നും വാങ്ങൂല കേട്ടോ. ചില ദിവസം നമ്മൾ മീൻ വാങ്ങിയിട്ട് വെക്കും. പിന്നെ ചില ദിവസം എന്തെങ്കിലും നമ്മളെ ഈ നാട്ടിൽ നിന്നെല്ലാം കിട്ടുന്ന ചക്കക്കുരു, പരിപ്പ്, പിന്നെ കപ്പക്ക എന്ന് പറയുന്നത് പപ്പായ കേട്ടോ. പപ്പായ പുളിങ്കറി വെക്കും, ഓലം വെക്കും. പിന്നെ ഈ ചേമ്പും കൈ അങ്ങനത്തേനെല്ലാം നമ്മൾ കറി വെക്കും കേട്ടോ. പിന്നെ ഈ കർക്കിടക മാസം നമ്മൾ മുരിങ്ങാച്ചപ്പ് വറക്കൂല. അപ്പോൾ മുരിങ്ങാച്ചപ്പെല്ലാം പറിച്ച് നമ്മളൊരു വറവ് ഉണ്ടാക്കും. അപ്പോൾ വറവെല്ലാം അതിൻ്റെ അകത്തായി. അപ്പോൾ പൈസ കൊടുത്തിട്ട് നമുക്ക് വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും പിന്നെ ഇപ്പോൾ മഴക്കാലമെല്ലാം അച്ഛൻ തവരച്ചപ്പെല്ലാം കൊണ്ടുവരുത്തുണ്ട്. ഇപ്പോൾ കുറേ ഇപ്പം കൊണ്ടുവന്നേ ഇല്ല, ഇപ്രാവശ്യം കൊണ്ടുവന്നേ ഇല്ല. മറ്റേ അച്ഛൻ മഴക്കാലം ഇങ്ങനെ താഴെ പോയിട്ട് സ്കൂളിൻ്റെ അടിയെല്ലാം പോയിട്ട് തവരച്ചപ്പ് വറച്ചു കൊണ്ടുവരും. അപ്പോൾ അതെല്ലാം വറുത്താൽ നല്ല ആരോഗ്യത്തിന് ഭയങ്കര ഗുണമാണ്, നമുക്ക് പൈസ ലാഭിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ മീനെല്ലാം പെരക്കി വെക്കുകയെന്ന് കേട്ടോ. ഉപ്പും പിന്നെ ആവശ്യത്തിന് ഉപ്പും പറങ്കിയും മഞ്ഞളും കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ ആ പുളീൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെമ്മീൻ കറി ഇവിടെ പെരക്കി വെക്കുകയെന്നേ. അപ്പോൾ കുറച്ച് പിന്നെ മുളക് പൊടി ഇട്ടു, ആവശ്യത്തിന് ഓരോരാൾക്ക് ഓരോ ആവശ്യത്തിന്. അത് കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടണം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം അവിടെ മിക്സ് ചെയ്തിട്ട് വെക്കാം, പെരക്കി അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും പറങ്കി, അപ്പോൾ ഇത് പെരക്കുമ്പോഴേക്കിൽ അപ്പുറത്ത് അതിലേക്കും നല്ലോണം ഉപ്പും പറങ്കിയെല്ലാം പിടിച്ച് നമ്മൾ എന്ത് മീനും ആയാലും നമ്മൾ ഇറച്ചി ആയാലും എന്തെന്നായാലും നമ്മൾ ഈ കൊണ്ടുവന്ന് കഴുകിയ പാട് മസാല പെരക്കി വെച്ച പാട് തന്നെ നമ്മൾ എടുത്തിട്ട് കറി വെച്ചാൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ വെച്ച് അത് അതിൻ്റെ മസാലയെല്ലാം പിന്നെ ഇതിനെല്ലാം പിടിച്ച് അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വള അങ്ങനെ ഉണ്ടാകും, മസാലയൊന്നും ഇങ്ങനെ പിടിക്കാണ്ട്. പിന്നെ അപ്പോൾ ഞാൻ അയില പൊരിക്കാൻ വേണ്ടി ഞാൻ ഇൻഡക്ഷൻ കുക്കറിൻ്റെ അകത്ത് ദോശക്കല്ലെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശക്കല്ലെല്ലാം നല്ലോണം ചൂടായി. അപ്പോൾ നമ്മൾ നല്ല വാഴയിലയാണ്. അപ്പോൾ ഇവിടെ വാഴയില സുലഭമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വാഴയില നടുന്നതുകൊണ്ട് വാഴയിലൊക്കെ ഒന്നും ക്ഷാമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇലയടി ഇതെല്ലാം ഉണ്ടാക്കാനെല്ലാം വാഴയില ഇങ്ങനെ പറിക്കും. അപ്പോൾ മീൻ പൊരിക്കാൻ എപ്പോഴും നമ്മളിങ്ങനെ വാഴയില എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദോശക്കല്ലിന് ഇങ്ങനെ പിടിക്കൂലല്ലോ. അപ്പോൾ നമ്മൾ ദോശ ചൂടുമ്പോൾ ഇങ്ങനെ ചുടുന്ന ഇപ്പോൾ ദോശക്കല്ല് തന്നെയാണ്. അപ്പോൾ ദോശ ചുടുമ്പോൾ ഇങ്ങനെ അല്ലേ ദോശക്കല്ലിന് ഇങ്ങനെ പിടിച്ചിങ്ങനെ പറ്റി നിന്നിട്ട് നമുക്ക് അടർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതിൻ്റെ അകത്ത് തന്നെ മീനെല്ലാം ഇങ്ങനെ ഉണക്കി പൊരിച്ചെടുക്കുന്നതല്ലേ. അപ്പോൾ ഇലയൊന്നും വെച്ചിട്ട് ആക്കിയാൽ ഇല മാത്രമല്ലേ ഇതാവുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ദോശക്കല്ലിന് വലിയ കേടുപാടൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാൻ മീനെല്ലാം പൊരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേട്ടാ.
കണ്ട അതിൻ്റെ ചെളുക്കിയോട് കൂടിയിട്ടാണ് കേട്ടോ. തല ഫുള്ളായിട്ട് അതിൻ്റെ ചെളുക്ക കളഞ്ഞിട്ട് അതിൻ്റെ മേട, ആ തലേൻ്റെ ആ കണ്ണും അതിന് മേടാന്നല്ലേ പറയാം, നമ്മൾ കണ്ണൂരുകാരങ്ങനെയാണ് പറയാം. അപ്പോൾ നിങ്ങൾ എന്നാ പറയാമെന്നറിയില്ല, നിങ്ങളെ ഓരോ സ്ഥലത്തും ഓരോ പേരുകളായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മേടാന്നാണ് പറയാം. ഇങ്ങനെ പെരക്കിയിട്ടെല്ലാം വെച്ച് നമുക്ക് ഇതവിടെ അടിച്ചു വെക്കാം വേവിട്ട്. അപ്പോൾ ഞാൻ ആ മീൻ പൊരിച്ച ആ ചട്ടീൻ്റെ അകത്ത് ഈ ചെമ്മീൻ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചീനച്ചട്ടി തന്നെ കറി വെക്കാം. അപ്പോൾ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയെല്ലാം മനുവേട്ടനപ്പക്കിലൂടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. തോലെല്ലാം കളഞ്ഞിട്ട് ഇനി ഇതിന് പീസാക്കി വെക്കുകയോ ഉണ്ട്. അപ്പോൾ ഇതുപോലെ പീസാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വെച്ച് ഞാൻ പിന്നെ അമ്മീമേലിട്ട് നല്ലോണം ചതച്ച് എല്ലാം സെറ്റാക്കി വെച്ചു. മീൻ പൊരിയാവുമ്പോഴേക്കിൽ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അടുത്തടുത്ത് ദോശക്കല്ലിൻ്റെ അടുത്തടുത്ത് മീൻ വെച്ചുകൊണ്ട് പിന്നെ ഏലില്ലാട്ടെ ഇങ്ങനെ മറിച്ചിടാൻ എനിക്കൊരു ഏലുമില്ല. പിന്നെ നല്ലൊരു ഫ്രഷ് മീനൊന്നല്ല നമുക്ക് കിട്ടുക, കുറച്ച് പഴകിയതെല്ലാം ആയിരിക്കും. ഓരോ സമയം നല്ല വൈകിട്ടുണ്ടായിരുന്ന മീൻ ഓരോ സമയം നല്ലതായിരിക്കും. ഈ അതിൽ അത്ര ഫ്രഷല്ല, കുറച്ച് പഴയ തന്നെയാണ് തോന്നും കാണുമ്പം തന്നെ. കുഞ്ഞുമത്തി ഇതിനിടയ്ക്ക് കുഞ്ഞുമത്തിയെല്ലാം കൊണ്ടുവരുന്ന സമയം നല്ല പെട്ടുപാടെ പടക്കുന്ന കുഞ്ഞുമത്തിയായിരുന്നു. അത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കുഞ്ഞുമത്തി മോരെല്ലാം ഒഴിച്ചിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അവർക്ക് മോരൊഴിച്ച് വെക്കണം എന്നെല്ലാം വിചാരിച്ചിന്. അപ്പക്കിൽ കുഞ്ഞുമത്തി വരാണ്ടായി. ഇന്നലെയെല്ലാം മീൻ വലിയ മത്തി തന്നെയാണ് വന്നത്, കുഞ്ഞുമത്തി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം മറിച്ചിട്ട് ഇനി അപ്പുറത്തെ ഭാഗം കൂടി വേവണ്ടേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വേറാം. കറിവേപ്പില എടുത്തിട്ട് നമുക്കിവിടെ അടച്ച് വെക്കാം. കറിവേപ്പിലിൻ്റെ സ്മെല്ലെല്ലാം അടിക്കുകയും പിടിക്കട്ടെ. നമുക്കിവിടെ കറിവേപ്പിലെല്ലാം സുലഭമായിട്ട് കിട്ടും. നമ്മൾ തന്നെ നട്ടുണ്ടാക്കുന്നതുകൊണ്ട് കറിവേപ്പിലെല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇഷ്ടം വരെ എല്ലാം എനിക്ക് കറിവേപ്പില വാരിയിടും കേട്ടാ. കറിവേപ്പില ആരോഗ്യത്തിനും നല്ലതാണെന്നല്ല. അപ്പോൾ കറിവേപ്പിലെല്ലാം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിവിടെ അടിച്ച് വെച്ചേട്ടാ. അപ്പോൾ മീനെല്ലാം വെന്ത് ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി കുറച്ച് ആ ദോശക്കല്ലിൻ്റെ മുകളിൽ നിന്നും കുറച്ച് നല്ലോണം വെന്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിവിടെ വാങ്ങി വെച്ച് നമുക്കിനി ചെമ്മീൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നല്ല വിറകടുപ്പത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ അടുപ്പത്ത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തൊഴിച്ച് പിന്നെ കുറച്ച് സവാള എടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നല്ലോണം വഴറ്റിയെടുത്ത് നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ചേർത്ത്, പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ലോണം വഴറ്റുക ഉണ്ടോ. എന്നിട്ട് തക്കാളി എടുത്തിട്ടിട്ട് നല്ലോണം വഴറ്റണം. നല്ലോണം വഴറ്റിയെടുത്ത് എന്നിട്ട് നമുക്ക് ഈ ചെമ്മീൻ നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം നമ്മൾ ഈ ചെമ്മീൻ നേരത്തെ പെരക്കി വെച്ചിട്ടില്ലായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുറച്ച് പുളിവെള്ളമെല്ലാം ഒഴിച്ച് നല്ലോണം പെരക്കി നേരത്തെ അവിടെ വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കാം, ഇതിലേക്ക് ചേർക്കാം കണ്ടോ. നമുക്കത് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഒടുക്കത്തെ ടേസ്റ്റാണ്. ആ ചട്ടിയിലെ മസാലയെല്ലാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചേട്ടാ.
ചെമ്മീനെല്ലാം വേകണ്ടേ നല്ല ഇതിലേക്ക്. അപ്പോൾ നമുക്കിതിടാം, കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് സെറ്റാക്കി നമുക്കിടാം, മൂടി വെക്കാം. അപ്പോൾ ചെമ്മീൻ്റെ അകത്തെ വെള്ളമെല്ലാം കുറേ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കിന് കുറച്ച് തേങ്ങ ചിരവിയതും കുരുമുളക് പൊടിച്ചതും കൂടിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണ്ടോ, തേങ്ങയും കുരുമുളകും വന്നത്. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് ഇവിടുന്ന് തന്നെ പൊടിച്ചെടുത്തതാണ്. നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്ന കുരുമുളക്, നമ്മൾ ഇവിടുന്ന് തന്നെ പറിച്ചെടുത്ത കുരുമുളക് ഉണക്കി വെച്ചതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ഇങ്ങനെ പൊടിച്ചെടുക്കുകയെന്ന് ചെയ്യാം. പൊടിച്ച് വെക്കുകയൊന്നും ചെയ്യില്ല, പിന്നെ ഇങ്ങനെ പൊടിച്ച് ആവശ്യത്തിന് നമ്മൾ പൊടിച്ചെടുക്കും. അപ്പോൾ പൊടിച്ചെടുത്ത് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താൽ നല്ല എരിവായിരിക്കും കേട്ടോ. ആ കുരുമുളകിന് നമ്മൾ ഇവിടുന്ന് തന്നെ, നമ്മൾ പാക്കറ്റ് നമ്മൾ പീടികയിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നത് അത്ര എരിവൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാകുന്നത് നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല എരിവും നല്ല ഇതെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ മനോനോടൊന്ന് ഉപ്പുണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ മനോട്ടൻ പറഞ്ഞു ഉപ്പെല്ലാം കറക്റ്റാണെന്നാണ് പറഞ്ഞേ, ഒന്നും ചേർക്കണ്ട, എല്ലാം കറക്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിന്നാണ് പറഞ്ഞേ. അപ്പോൾ വെറുതെ പറയുന്നൊന്നുമല്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി ഇതിൻ്റെ തന്നെ വറവ് കഴിക്കുക ഒന്നും വേണ്ട, ഇതെങ്ങനെ തന്നെ വാങ്ങി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. കണ്ട സൂപ്പറല്ലേ, കാണാൻ തന്നെ എന്തൊരു മൊഞ്ചാന്ന് നോക്കിയാൽ. കണ്ടോ, ഇനി മനുവാട്ടിന് ചോറ് കൊടുക്കാം നമുക്ക്. അപ്പോൾ മനുവാട്ടിന് ചോറ് കൊടുത്തു. അപ്പോൾ ചെമ്മീൻ കറിയുണ്ട്, പിന്നെ മീൻ അയില പൊരിച്ചതുണ്ട്, പപ്പടമുണ്ട്, പരിപ്പും ചക്കക്കുരും വെച്ചതുണ്ട്. അപ്പോൾ മനുവേട്ടൻ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ മനുവേട്ടൻ ഇങ്ങനെ തൊടാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.